ഒരു ശ്രേഷ്ഠ ജനതയാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ ജനത്തോട് പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രേഷ്ഠ ജനതയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, നിങ്ങളെൻ്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തൊക്കെയും ചെയ്യണമെന്ന് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ ഇസ്രായേൽ ജനമായി നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ഈശോ മിശിഹ ചെയ്ത അതേ രീതിയിൽ അതേ ജീവിത മാതൃകയാണ് നാം പിന്തുടരേണ്ടത്. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടെങ്കിൽ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്രമാത്രം അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവ് വിളിക്കുന്നത് എന്താണെന്ന്? ശ്രേഷ്ഠ ജനത എന്നാണ്. അപ്പോൾ നമ്മൾ വിളിച്ചാൽ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ നിലവിളിക്ക് ദൈവമായ കർത്താവ് ഉത്തരം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ശ്രേഷ്ഠ ജനതയാണെങ്കിൽ, ശ്രേഷ്ഠ എന്ന വാക്ക് ആർക്കാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അറിയാമോ? സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത ആരായിരിക്കും? ഒരാളേ ഉള്ളൂ. ആരാണ്? റാഫേൽ തട്ടിൽ പിതാവ്. അത്രമാത്രം ഉയർന്ന ഒരു പേരാണ് ദൈവമായ കർത്താവ് നമുക്ക്, അല്ലേ? ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത എന്നല്ലേ വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സാധാ മനുഷ്യരല്ല, നമ്മൾ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരാണ്, പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ്. മാമോദീസ, സ്ഥൈര്യലേപനം, പൗരോഹിത്യം 3 മായ്ക്കപ്പെടാത്ത കൂദാശകൾ സ്വീകരിച്ചവരാണ്. രണ്ടാമത് ഇപ്രകാരം പറയാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ജനവും നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമാണ്. രണ്ടാമത് പറയുന്ന ഇപ്രകാരമാണ്. എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ പുരോഹിത രാജ്യമാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത് എൻ്റെ വിശുദ്ധ ജനവുമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും പല സ്ഥലങ്ങളിൽ പറയാം, സ്വന്തം ജനം, എൻ്റെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട. പഴയ നിയമത്തിൽ തന്നെ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 61-ാം അധ്യായത്തിൽ 6 തൊട്ടുള്ള തിരുവചനത്തിൽ ഇപ്രകാരം നമ്മെക്കുറിച്ച് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷ. അപ്പൊ 3-2 5 അല്ലേ? ഇപ്പൊ തന്നെ 5 കഴിഞ്ഞു. അല്ലേ? ഇനി 1 പത്രോസ് 2:9, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ഗണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രാജകീയ അപ്പോൾ രാജാക്കന്മാർക്ക് തുല്യമായ സ്ഥാനമാണ് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എന്താ അവിടെ എത്രയും 3-ഉം 2 5 5 ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രാജകീയ പുരോഹിത ഗണം, തൻ്റെ വിശുദ്ധ ജനത, അവിടെ പറയുന്നു, പഴയ നിയമത്തിൽ പറയുന്നത്. മൂന്നാമത് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ. ഇനി വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതത്തിൽ പറയുന്നുണ്ട്, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവനും മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 3-4 കാര്യങ്ങൾ പറയുന്നത്. വീണ്ടും വെളിപാട് പുസ്തകത്തിൽ 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പ്രകാരമാണ്, നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതനുമാക്കി, അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ കാലത്തൊക്കെ വൈദികരായിരുന്നു നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി പരിഹരിക്കുന്നത്. കാരണം അതിന് പ്രത്യേക കൃപ അവർക്കുണ്ടായി, അഭിഷേകം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു എന്ന് മാത്രമല്ല, പുതിയ ഇസ്രായേൽ ജനമായ നമ്മെ ഓരോരുത്തരെയും രാജകീയ പുരോഹിത ഗണവും സ്വന്തം ജനവും ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ദൈവം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, അതിനുത്തരം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞു വെച്ചാൽ എന്താ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ദൈവമായ കർത്താവ് ഉപവാസം എടുത്തെങ്കിൽ, നോമ്പെടുത്തെങ്കിൽ, പ്രാർത്ഥനയിൽ നിരന്തരം ദൈവമായിട്ട് സമ്പർക്കം പുലർത്തിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത് ചെയ്യാനായിട്ട് ബാധ്യതയും കടമയും ഉള്ളവരാണ്. അക്രൈസ്തവരായ ജനതകൾ, അക്രൈസ്തവരായ മക്കൾക്ക്
ഈ ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ മാതൃകാപരമായിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടത്. ചില സമയത്ത് ഇങ്ങനെ ഒരു കുടുംബത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ യാത്ര ചെയ്യില്ല. ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു വസ്തു കൊടുക്കില്ല, തിരിച്ച് വാങ്ങിയില്ല. നമ്മുടെ ക്രിസ്ത്യൻസ് അവിടെ താമസിച്ചിരുന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നതിൽ അവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. നമ്മൾ അവിടെ പോയിട്ട് എന്താ ഞാൻ ആ മതത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസം അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ നമ്മളത് ചെയ്യാനുള്ള അങ്ങനെ ഇവിടെ വന്ന് അവിടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വീടില്ലാതിരുന്ന കേസുകളിൽപ്പെട്ട് കിടന്ന കുടുംബത്തിന് ദൈവമായ കർത്താവ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വീട് നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയ. ചില ലോഡ്ജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 13 എന്ന നമ്പർ ഉണ്ടാവില്ല. നമ്മുടെ സ്ഥാപനങ്ങളിൽ എവിടെ പോയാലും 13 എന്ന നമ്പർ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീടുകളെങ്കിലും സ്ഥാനം അങ്ങനെ നോക്കുമ്പോൾ ഒരു ആഭിചാര പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല, കടമയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ തിരുനാളുകളെല്ലാം തുള്ളിച്ചാടാനുള്ളതല്ല. കേരളത്തിലൊരു സ്ഥലത്ത് ഒരു ഇടവക തിരുനാൾ നടത്തിയപ്പോൾ വിദേശ രാജ്യത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അക്രൈസ്തവർ അവരുടേതായ ആചാരങ്ങളുടെ തുള്ളിച്ചാടമൊക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ വിശുദ്ധന്മാർ തുള്ളിച്ചാടിയല്ല വിശുദ്ധരായത്, ബ്രേക്ക് ഡാൻസ് കളിച്ചല്ല വിശുദ്ധരായത്. അവർ കഷ്ടപ്പാട്, നോമ്പ്, ഉപവാസം എടുത്താണ്. നമ്മളുള്ള കൃപ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മൾ നല്ലതാണ് കാര്യം ഓർമ്മിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ യൂട്യൂബ് അടിച്ചാൽ കാണും, ഇന്ന സ്ഥലത്തെ തിരുനാളിന് നഗരത്തിലെ വ്യാപാരികൾ സംഘടിപ്പിക്കുന്ന പ്രവൃത്തികൾ. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശിങ്കാരി മേളം പിടിച്ച് പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ പിടിച്ച് അതിൻ്റെ മുമ്പിൽ തുള്ളുക, ചാടുക എന്ന് പറഞ്ഞാൽ അക്രൈസ്തവർക്ക് കൊടുക്കുന്ന ഒരു ഉതപ്പാണ് നമ്മൾ. കാരണം ആ മതസ്ഥർ ചെയ്യുന്ന അതേ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പിന്നെ എന്തിനാണ് നമ്മൾ കർത്താവോട് കാത്തു സൂക്ഷിക്കുക? ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. കാരണം അതേ ജനത ചെയ്യുന്ന, അതേ സമുദായം ചെയ്യുന്ന, ദൈവത്തെ അറിയാത്ത അതേ മക്കൾ ചെയ്യുന്ന അതേ പ്രവൃത്തിയിലൂടെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ കർത്താവിന് പ്രത്യേകപ്പെട്ട അല്ലെങ്കിൽ ശ്രേഷ്ഠമായ രാജകീയ പുരോഹിത ജനത്തെ കർത്താവിന് കാത്തു സൂക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? അവർ ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ ദൈവമാണ്, അല്ലേ? രാജാക്കന്മാരുടെ രാജാവായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേക ശ്രേഷ്ഠ ജനതയാണ്, രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തു വഴി ചെയ്യാൻ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് മാതൃകകളായിട്ട് മറ്റുള്ള മനുഷ്യർക്ക്, മറ്റുള്ള വിജാതീയ മക്കൾക്ക്, വിദേശ മക്കൾക്ക് സാക്ഷ്യങ്ങളായിട്ട് മാറണം. ഒരു കുടുംബത്തിൻ്റെ സംഭവം പറയാം. പള്ളിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധം നിൽക്കുന്ന ഒരു കുടുംബം, പള്ളിയുടെ ഓളിൻ കാര്യങ്ങൾ നടത്തുന്ന കുടുംബം. ഹല്ലേലൂയ. പള്ളിയുടെ ഇലക്ട്രീഷ്യൻ വർക്കെല്ലാം ചെയ്യുന്നതാണ്. ഞാനൊരു ദിവസം ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ ദേശത്തിൻ്റെ ഉത്സവം നടക്കുക. ഓരോ ദേശത്തിനും ഓരോതായ ഉത്സവങ്ങളാണ്. ക്രിസ്ത്യാനികളാണ് തിങ്ങിപ്പാർക്കുന്നതെങ്കിൽ അവർ എന്ത് പറയുക? ആ ദേശത്തിൻ്റെ ഉത്സവം ഇടവക തിരുനാളാന്ന് പറയും. അക്രൈസ്തവരായ കുടുംബാംഗങ്ങൾ അവർ തിങ്ങിപ്പാർക്കുമ്പോൾ അവരുടെ വിജാതീയ ദേവൻ്റെ അല്ലെങ്കിൽ വിദേശ ദേവൻ്റെ ഉത്സവങ്ങൾ നടത്തും. ഹല്ലേലൂയ. രാവിലെ തന്നെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിനുശേഷം സെറ്റ് മുണ്ടെടുത്ത് ചന്ദന അങ്ങനെ കുറികളൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ വന്ന് ആരാധന ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് പൊട്ട ബുദ്ധിക്ക് ഒരു കാര്യം തോന്നി. ആ ചേട്ടനോട് പറയാം, ചേട്ടാ ഇത് ദേശത്തിൻ്റെ ഉത്സവമാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട, പ്രത്യേകം വിളിക്കപ്പെട്ട ഒരു ജനതയാണെന്ന് എന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു പറഞ്ഞു. കാരണം ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ കേൾക്കില്ല. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആടിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആടിൻ്റെ കൊമ്പിട്ട് ഇങ്ങനൊരു അതതിൻ്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. കാരണം എന്താ പറയുക, നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഈ വർഗം അല്ലെങ്കിൽ ക്രൈസ്തവരെന്തുകൊണ്ട് ഈ ഇല്ലാതായി തീരുന്നെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഞാൻ ചെന്ന് ഈ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വലിയ എന്നോട് സ്നേഹമുള്ള മനുഷ്യനാണ്. ഞാനത് പറഞ്ഞു, ചേട്ടാ ഇത് ദേശത്തിൻ്റെ ഉത്സവം, ചേട്ടൻ സെറ്റിട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ ചന്ദനം പൂശിയൊക്കെ ഇടുന്നു. അപ്പോൾ ചേട്ടനും അക്രൈസ്തവനും തന്നത് വ്യത്യാസം.
വല്ല വ്യത്യാസമുണ്ടോ? ആ മനുഷ്യൻ എടുത്ത വഴി എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ കാലഘട്ടത്തിന് ഇണങ്ങിയ ഒരു പുരോഹിതനല്ല എന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ കൂടെ 2-3 വർത്താനം കൂടി ഞാൻ ഇഷ്ടപ്പെട്ടു. നമ്മൾ ചോദിച്ചു, എന്തേ ദൈവമേ, വെറുതെ ആവശ്യമില്ലാത്തൊരു പണിക്ക് പോയത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നുണ്ടായെന്ന് വെച്ചാൽ ഇവരുടെ കുടുംബാംഗങ്ങൾ ബിസിനസ് നടത്തി. ബിസിനസ്സല്ല, ഗവൺമെൻറ്റിൻ്റെ എന്തോ ഏജൻസിയുടെ പരമായിട്ട് പണം പിരിക്കാൻ തുടങ്ങി. പണം പിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ആയതുകൊണ്ട് ഈ പണം പിടിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ അപ്പോൾ ഇഷ്ടം പോലെ പണം വന്നു. ആ പണം എന്താ അടയ്ക്കോ എന്തോ ചെയ്തു കഴിഞ്ഞാൽ അവസാനം എന്താ വെച്ചാൽ ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ സമ്പ്രദായം അങ്ങ് ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഈ കുടുംബം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം കടായി. തമിഴ്നാട്ടിലേക്കും പോകുമ്പോൾ എന്ന് കഴിഞ്ഞാൽ വാടക വണ്ടി വിളിച്ചിട്ട് പോകും. കാരണം എന്താ, പൈസ ധാരാളം കിട്ടിയിരിക്കുക. ഈ പൈസ ആരുടെയാണ്? സാധാ ജനത്തിൻ്റെയാണ്, അല്ലേ ലിയ? ഗവൺമെൻറ് ഈ പദ്ധതി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ പൈസ തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധത്തിൽ കടബാധ്യതയെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ, ഓരോരുത്തരും ഓരോ പൈസ ഇങ്ങനെ പിടിച്ചെടുത്ത് ഒപ്പിടിച്ച് മേടിക്കാൻ തുടങ്ങി. ചെക്ക് ഒപ്പിടിച്ച് മേടിക്കാൻ തുടങ്ങി. കിട്ടിയവർക്ക് കിട്ടിക്കട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ആൾക്കാർ നോക്കിയപ്പോൾ ഇവർ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഓരോരുത്തരും വന്നിട്ട് കിട്ടിയവരെ പശുവിനെ കിട്ടിയൊരു പശുവിനെ അഴിച്ചുകൊണ്ട്, ആടിനെ കിട്ടിയൊരു ആടിനെ അഴിച്ചുകൊണ്ട് വീടിൻ്റെ സകലവിധ സാധനങ്ങളും പൊക്കിയിട്ട് പോയി. ഈ കുടുംബം മൊത്തം അവിടുന്ന് അപ്രത്യക്ഷ. കാരണം നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ കടബാധ്യതയായിട്ട് മാറി. അല്ലെങ്കിൽ നമ്മളിത് അറിയുന്നില്ല. ഇങ്ങനെ സംഭവം കഴിഞ്ഞ് ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങൾ അവർ വന്നിട്ട് പറഞ്ഞു, ഫാദർ ഇങ്ങനെ സംഭവമുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പം എനിക്ക് ക്ലിക്കായി, ഈ സഹോദരനല്ലത്. ഈ സഹോദരൻ എന്താ, ഇതൊക്കെ എന്താ, അച്ഛൻ ഈ ജനത്തിന് ഇണങ്ങിയ ഒരു പുരോഹിതൻ അല്ല. ഇപ്പം പുരോഹിതനായോ? അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ കുടുംബാംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ? കുടുംബം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. വീടിൻ്റെ ജനൽ വരെ ആൾക്കാർ കുത്തി കൊണ്ടുപോയി. അല്ലേ? കുറച്ച് സ്ഥലമുള്ളൂ. അല്ലേ? ഞാൻ ചോദിച്ചപ്പോൾ വിറ്റ കടം തരും. വിറ്റാലൊന്നും കടം തരില്ല ഫാദർ. അത്രമാത്രം ഈ പൈസ പിരിച്ച് ഗവൺമെൻറ് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലിരുന്നു. പക്ഷെ ഗവൺമെൻറ് ആ പ്രൊജക്റ്റ് അങ്ങ് നിർത്തിക്കളഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 2 ദിവസങ്ങൾക്കുള്ളിൽ ഇവർ നിങ്ങളെ വിളിക്കും. ഇവർ മരിച്ചിട്ടില്ല, എവിടെയോ താമസിക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ മക്കളെ കൊണ്ടുവന്ന് വേറെ സ്ഥലത്താക്കിയിട്ട് ഇവർ കേരളം വിട്ടുപോയി. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അമ്മയാണ് വന്നത്. സങ്കടപ്പെട്ട് അതിൻ്റെ കണ്ണുനീര് കാണണം. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം, ഓരോ മനുഷ്യൻ്റെ കണ്ണുനീര് എപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു കഴിയുമ്പോഴാണ്, എല്ലാം വിട്ടുപോയി കാണാം. അതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വൈകിട്ട് 8 മണിക്ക് അവർ മൊബൈൽ ഓണാക്കി പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൻ്റെ പുറത്താണ് താമസിക്കുന്നത്, ഞങ്ങൾ അന്വേഷിക്കേണ്ട, ഞങ്ങൾ മരിച്ചിട്ടില്ല, ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായിട്ട് സുരക്ഷിതമായി ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് സഹോദരന്മാരുടെ അടുത്ത് ആക്കിയിട്ടുണ്ടെന്ന് പറയല്ല. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കട്ടായി. അല്ലേ? ഇത് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇവൻ്റെ ശ്രേഷ്ഠ ജനത ആയിരുന്നു, ഒരു രാജകീയ പുരോഹിതനായിരുന്നു. അല്ലേ? ഒരു രാജകീയ പുരോഹിതൻ എന്ത് ചെയ്യണം? അവൻ്റെ നേതാവായ രാജാവിൻ്റെ അതേ പ്രവൃത്തികൾക്ക് വിധിയപ്പെട്ട് ജീവിക്കേണ്ടവനാണ്. ആണോ? അല്ലേ? രാജകീയ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അല്ലേ? ഞാൻ പുരോഹിതനാണെന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്കറിയാം ഞാൻ പുരോഹിതനാണ്. നിങ്ങൾ പുരോഹിതനാണല്ലോ, അല്ലേ? അതുകൊണ്ടാണല്ലോ പള്ളിയിൽ വന്നിരിക്കുന്നത്. അല്ലേ? അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യേശു ക്രിസ്തു ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ്, ചെയ്തേ പറ്റൂ.